ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 7ാം ദിനം. ഗംഗാവാലി പുഴയിലെ തെരച്ചിൽ ഊർജിതമാക്കാൻ ദൗത്യസംഘം. തെരച്ചിൽ വ്യാപിപ്പിക്കുന്നത് മണ്ണ് മാറ്റിയിട്ടും ലോറി കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ. ലോറി പുഴയിലെ മൺകൂനയിലെന്ന് സംശയം. മലപ്പുറത്ത് നിപ്പ ഭീതിക്കിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗബാധിതനായി മരിച്ച 14 വയസ്സുകാരന്റെ റൂട്ട് മാപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരുടെ സമ്പർക്ക പട്ടിക പ്രസിദ്ധീകരിച്ചു. ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെട്ട 7 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവ്. നിപ്പ രോഗപ്രതിരോധത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. കേരളത്തിലേക്ക് വിദഗ്ധ സംഘത്തെ അയക്കാൻ കേന്ദ്ര സർക്കാർ. നിപ്പ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികളിലേക്ക് കടന്ന് മൃഗസംരക്ഷണ വകുപ്പും. രോഗം ബാധിച്ചു മരിച്ച കുട്ടിയുടെ താമസ സ്ഥലമായ മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി പരിസരത്ത് പരിശോധന നടത്തും. വവ്വാലുകൾ കടിച്ച പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ. കമലാ ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ച ബൈഡന്റെ പിന്മാറ്റ പ്രഖ്യാപനം സമൂഹമാധ്യമത്തിലൂടെ. തീരുമാനം തെരഞ്ഞെടുപ്പിന് 4 മാസം ബാക്കി നിൽക്കെ മാറി നിൽക്കേണ്ടത് പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താൽപര്യം മുൻനിർത്തിയെന്ന് ബൈഡൻ. ജോ ബൈഡന്റെ പിന്മാറ്റത്തിന് പിന്നാലെ പ്രതികരണവുമായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യനല്ല. ബൈഡനേക്കാൾ എളുപ്പത്തിൽ കമലാ ഹാരിസിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നും ഡൊണാൾഡ് ട്രംപ്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് സഭയിൽ. ബജറ്റ് സമ്മേളനത്തിൽ 7 ബില്ലുകൾ അവതരിപ്പിക്കും. 3ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. പാർലമെന്റിലും ചെങ്കോട്ടയിലും സ്ഫോടനം നടത്തുമെന്ന് ഭീഷണി സന്ദേശം. CPIM എംപിമാരായ വി ശിവദാസനും A റഹീമിനും ലഭിച്ച ഭീഷണി സന്ദേശം ഖലിസ്ഥാൻ തീവ്രവാദികളുടെ പേരിൽ. ഭീഷണി സന്ദേശം എത്തിയത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കെ. ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത് പരീക്ഷ റദ്ദാക്കണം, വീണ്ടും മൂല്യനിർണ്ണയം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളുമായി നൽകിയ 40ഓളം ഹർജികൾ. ചില കേന്ദ്രങ്ങളിലെ മാർക്കിൽ അസ്വാഭാവികത ഉണ്ടെന്ന ആരോപണവുമായി ഹർജിക്കാർ. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ ഒരു ഗഡു ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യും. ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക 1600 രൂപ വീതം. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ 2020 ഏകദിന പരമ്പരകൾക്കായി ഇന്ത്യൻ ടീം ഇന്ന് യാത്ര തിരിക്കും. പുതിയ പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതലയേൽക്കും. ആദ്യ വാർത്താ സമ്മേളനം 10 മണിക്ക്. 2020 പരമ്പരയിലെ ആദ്യ മത്സരം 27. ഫോർമുല 1 ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിയിൽ ഓസ്കാർ പിയാസ്ട്രി ചാമ്പ്യൻ. ലാൻഡോ നോറിസ് 2ഉം ഹാമിൽട്ടൺ 3ഉം സ്ഥാനത്ത്. 200 പോഡിയം ഫിനിഷ് നേടുന്ന ആദ്യ താരമായി ഹാമിൽട്ടൺ. വെർസ്റ്റാപ്പനുമായി ഹാമിൽട്ടൺ കൂട്ടിയിടിച്ചതിൽ വിവാദം.